അപ്പൊ അതിന് വന്നവരായിരിക്കും ഇപ്പോഴും അവര് തൃശ്ശൂർ ഇതിൽ വ്യത്യാസം വരുത്തി. ഇതിനെ ഉത്തരേന്ത്യൻ ആളുകൾ സെർവറിൽ ഹാക്ക് ചെയ്യുന്നതുകൊണ്ട് 3 ചോദ്യം കഴിയുമ്പോൾ ക്യാപ്ച വരും. എൻ്റർ ചെയ്യുമ്പോൾ ക്യാപ്ച വേണം, 3 ചോദ്യം കഴിയുമ്പോൾ ക്യാപ്ച വേണം. അപ്പൊ മൾട്ടിപ്പിൾ ടൈം ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ക്യാപ്ച കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാത്തവർ സൈൻ ഔട്ട് ആയി പോകും. പിന്നെ രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. സൈൻ ഔട്ട് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം പിടിക്കും? പിന്നെ അടുത്ത ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് അന്ന് വന്ന് കൃത്യമായിട്ട് ചെയ്തവരെല്ലാവരും പാസ്സായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ അങ്കമാലിയിലത്തെ മാത്രം ഒരു ഇഷ്യൂ അല്ല, സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഇഷ്യൂ. സൊല്യൂഷൻ ഒക്ടോബർ 1 മുതൽ 30 ചോദ്യമായിട്ട് മാറും. കൂടുതൽ സെക്യൂരിറ്റി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നോക്കാം. സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മുൻകൂട്ടി NIC ഹൈദരാബാദിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യം അതിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ 3 ദിവസം 2 ദിവസമായി പിള്ളേര് പറയുന്നത് നേരത്തെ കുട്ടി ഒരു അറിയിപ്പ് RTOന്റെ ഓഫീസിൽ നിന്ന് ഈ നേരത്തെ കുട്ടികളുടെ അറിയിപ്പ് ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. അവർക്ക് ഇന്ന് VIP ഡ്യൂട്ടി ഹോണറബിൾ ഗവർണർ ഓഫ് ഗോവയുടെ ഡ്യൂട്ടി വെളുപ്പിന് 4 മണിക്ക് ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വരുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഞാൻ 6 മണിയായിട്ട് ഇവിടെ എത്തിയിരുന്നു. നിൽക്കുന്ന ആൾക്കാർ വിഷമത്തോടെ അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.